ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. കാർത്തികയുടെ 1-ാം പാദം വരുന്നത് മേടരാശിയിലാണ്. 2, 3, 4 പാദങ്ങൾ ഇടവം രാശിയിലുമാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഗണം അസുരൻ, ആട് മൃഗമാണ്, ഭൂതം എന്ന് പറയുന്നത് ഭൂമിയാണ്. നിറം എന്ന് പറയുന്നത് വെള്ളയും ചുവപ്പും കലർന്നത്. കാർത്തിക നക്ഷത്രത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കത്രികയാണ്. സൂര്യന്റെ നക്ഷത്രമായതുകൊണ്ട് ഒരു പ്രൗഢി കാണാൻ കഴിയും. ഇവരെ അനുസരിച്ചു പോവാൻ ചുറ്റുമുള്ളവർക്ക് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവില്ല. ആദർശത്തിൽ നിന്നും ഇവർ വിട്ടുമാറി നിൽക്കില്ല. ചൊവ്വയുടെ കർമ്മദോഷം പേരുന്ന നക്ഷത്രമായതുകൊണ്ട് കോപം, എടുത്തുചാട്ടം എന്നിവയുണ്ടാവും. ചിഹ്നം കത്രികയാണല്ലോ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. മനസ്സ് ശുദ്ധമായിരിക്കും. പക്ഷെ ഈ സ്വഭാവം കുടുംബത്തിലുള്ളവർക്ക് വിഷമമുണ്ടാവും. ചൊവ്വ എന്ന് പറഞ്ഞാൽ തന്നെ വേഗതയാണ്. ഹൈലി എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ കായിക പരിശീലനത്തിന് അയക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതിൽ അവർക്ക് നല്ല പ്രാവീണ്യം ഉണ്ടാവുകയും അവരുടെ എനർജി ലെവൽ ബാലൻസ് ചെയ്യാനും കഴിയുമെന്നാണ്. 30-ന് മേലെ പ്രായമായവരാണ് എങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ധനസഹായം ചെയ്തു കൊടുക്കുന്നതും നല്ലതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും നല്ലവണ്ണം ഉണ്ടാവും. ഒരു പെൺകുട്ടി കാർത്തിക നക്ഷത്രക്കാരനെ വിവാഹം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം സുഗമമാവും എന്നുള്ളതാണ്. സൂര്യന്റെ നക്ഷത്രമായതുകൊണ്ട് എവിടെയും ലീഡർ ആവാൻ ശ്രമിക്കും. അതൊരു പരിധി തന്നെ വിജയിക്കുകയും ചെയ്യും. തനിക്ക് നല്ലൊരു സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ പിന്നെ അവർ അതിൽ തുടരുകയില്ല എന്ന് ചുരുക്കം. ലഗ്നമാണ് കാർത്തികയിൽ വരുന്നത് എങ്കിൽ കുടുംബത്തിൽ യൂണിഫോം സർവീസ് ഉള്ളവർ ഉണ്ടായിരിക്കും. വിവാഹബന്ധത്തിൽ ക്ലേശത വന്നിട്ടുണ്ടെങ്കിൽ പൂർവജന്മത്തിൽ ദമ്പതികളെ കർമ്മം കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇളയ സഹോദരങ്ങളുമായുള്ള പ്രശ്നം വരാതെയും നോക്കണം. ചൊവ്വയുടെ കർമ്മ കാർത്തിക നക്ഷത്രത്തിൽ വരുന്നത് കൊണ്ട് ഭൂമി വാങ്ങാനുള്ള ഭാഗ്യമെല്ലാം ഉണ്ടാവും. പക്ഷെ ഭാവിയിൽ കൊള്ളലാഭം ഉണ്ടാവണമെന്ന് കരുതി ഭൂമി വാങ്ങിച്ചു കൂട്ടിയാൽ തിരിച്ചടി ഉണ്ടാവും. സ്പിരിച്വാലിറ്റി കണക്ട് ആയാൽ നല്ല ഉയർച്ച ഉണ്ടാവും. ചാൻഡിങ്ങിലൂടെ ദേഷ്യം കുറയ്ക്കാൻ കഴിയും. മ്യൂസിക് പഠിക്കുന്നതോ ആസ്വദിക്കുന്നതോ നല്ലതായിരിക്കും. അസുഖങ്ങൾക്ക് നരസിംഹ വഴിപാട് നല്ലതാണ്. മുരുകനുമായി കണക്ട് ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടിയാണ് കാർത്തിക. സ്വന്തക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാം. വരവ് പോക്ക് കുറവായിരിക്കും. വിവാഹത്തിന് മുൻപ് വാശിയും ദേഷ്യവുമായി നടന്നാൽ ശേഷം നന്നാവും. തിരിച്ചും സംഭവിക്കാം. കാർത്തിക നക്ഷത്രം ലഗ്നമായി വന്നാൽ പല്ലിന് പ്രശ്നമുണ്ടാവും. ചെറുപ്രായത്തിൽ കൊഴിയാനുള്ള സാധ്യതയുണ്ട്. ഭാവബന്ധമില്ലാതെ കാർത്തിക 2, 3, 4 പാദങ്ങളിൽ ലഗ്നം വരുമ്പോൾ സൗന്ദര്യമുണ്ടാവും. ദേഷ്യം വരുമ്പോൾ ഉള്ളിലൊതുക്കിയാൽ അത് പല അസുഖങ്ങൾക്കും കാരണമായേക്കാം. ആ സമയത്ത് ശുദ്ധ സംഗീതം ആസ്വദിക്കാം. കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് വിവാഹം, ജോലി, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ഇളയ സഹോദരങ്ങൾ എന്നിവയിലാണ്. ഇതിലേതിലാണ് ഓരോരുത്തർക്കും പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നത് എന്നത് അവരവരുടെ ജാതകത്തിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഓരോ ജാതകവും യുണീക്കാണ് എന്ന് പറഞ്ഞുവല്ലോ. കാർത്തിക 1-ാം പാദത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെയും 2, 3, 4 പാദത്തിലാണെങ്കിൽ ഭദ്രകാളി ഉപാസനയും നല്ലതാണ്. രോഹിണി നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.